പന്തിൻ്റെ രീതിയിൽ തന്നെ ഭൂമി ഉരുണ്ടതാ, ചുറ്റിന് സമ മുഴുവൻ വളഞ്ഞിരിക്കുന്നതാ. ആകാശമൊന്നിന് പുറമെ ഒന്നാണേഴുമാ, അത് തട്ട് തട്ടാ വിട്ട് നിൽക്കും ഗോളമാ. ഏഴും കഴിഞ്ഞാൽ പിന്നെ കുർസിയാണ്, അതിനപ്പുറം അർശെന്ന ഗോളവുമാണ്. മുട്ടയുടെ ഉള്ളിൽ ഉണ്ട് ഉണ്ണി ചുവന്നത്, അത് ഭൂമി എന്നാണ് ഉപമയിൽ കാണേണ്ടത്. ഭൂമിക്ക് ചുറ്റും വെള്ളമുള്ളത് പോലെയായി ഉണ്ണിക്ക് വെള്ളക്കരിവ് ചുറ്റിനുമുള്ളതായി. മുട്ടയുടെ വെള്ളക്കരുവിനും മുകളിൽ അതാ കാണുന്നു വെള്ളപ്പാട ചുറ്റി വളഞ്ഞതാ. ഒന്നാം സമാഇന് സോദര ഇത് ഉപമയാ, അതിനുള്ള തോടും പിന്നെ രണ്ടിന് തന്നെയാ. ഇതുപോലെ മൂന്നും നാലിനും ഏഴോളം ഓരോരോ തോട് കണക്കിനാണ് അർശോളം. റൂഹുൽ ബയാൻ നീ നോക്ക് 78 വിവരിച്ചതാണ് അതിനുള്ള ഭാഗം 10. ഷഹറിൻ്റെ ഒന്നാം പകുതിയിൽ ഒരു രോഗവും വന്നാൽ സുഹൃത്തെ മാറുമെന്ന വേഗവും. ചന്ദ്രൻ്റെ കയറ്റം അപ്പോഴാണത് കൊണ്ട് ജസദിന് രോഗം തടയുവാൻ കെൽപ്പുണ്ട്. ഷഹറിൻ്റെ രണ്ടാം പകുതിയിൽ വന്നാലത് പെട്ടെന്ന് സുഖമാകാതെയാണ് വരുന്നത്. അതുപോലെ ഷഹറിൻ്റെ ആദ്യമാഹയവാനും രോമം കിളിച്ച് വരുന്നതും വളരാനും. കൂടാതെ പ്രസവം ആട് മാട് മനുഷ്യനും. ആദ്യത്തിലായാൽ പാല് കൂടും കുല്ലിനും. ചന്ദ്രപ്രകാശം ഏറ്റുകൊണ്ടിരിക്കുന്നതും അതുപോലെ അതിൻ്റെ പ്രകാശമിൽ ഉറങ്ങുന്നതും. ജലദോഷം അതിനാൽ പിടിപെടും തലവേദന, കൂടാതെ ക്ഷീണം വന്നിടും പലയാതന. ചന്ദ്രപ്രകാശം ഏറ്റ മാംസം നാറ്റമാ, കൂടാതെ അതിൻ്റെ രുചിക്ക് പോലും മാറ്റമാ. കടൽ മത്സ്യമെല്ലാം തന്നെ ആദ്യം സുലഭമാ, അത് അസുമനാണെന്നുള്ളതും പ്രത്യേകമാ. ഇഴജന്തുമാളമിൽ നിന്നിറക്കം കൂടുതൽ, ഷഹറാദ്യമാ അവക്കന്ന് വിഷവും അമിതമിൽ. ഷഹറിൻ്റെ അവലിൽ തന്നെ മരവും വെക്കണം, എന്നാൽ ക്ഷണം വളർന്നിട്ട് ഫലമുണ്ടാകണം. കുലവന്നു ആദ്യം എന്നു കണ്ടാൽ പിന്നെ മുഴുപ്പുള്ളതായി വരും നല്ല സ്വാദും തന്നെ. അജായിബൊന്നിൽ ഉണ്ടിതെല്ലാം തന്നെ, 27 നോക്ക് കാണാം പൊന്നേ. സൃഷ്ടിക്കപ്പെട്ടത് എന്തിനോ അവ ഒഴികയിൽ, മാടിന ജവാസ് ഉപയോഗം ഹംബലി മദ്ഹബിൽ. അപ്പോൾ ജവാസ പശുവിനെ പൂട്ടുന്നതും, കൂടാതെ വണ്ടി വലിക്കുവാൻ കെട്ടുന്നതും. അതുപോലെ അതിൻ്റെ പുറത്ത് കയറി നടന്നിടാം, കഴിവുള്ള മാടാണെന്ന് കണ്ടാൽ ചെയ്തിടാം. നാക്കത്ത് കഴുതകൾ ഇതിനെയും പൂട്ടാനും, പെരുമാറിടാമേ വണ്ടികൾ നീക്കാനും. ഹയാത്ത് ഹയവാൻ നോക്കിയാൽ കാണുന്നതാ, 268 ഒന്നിൽ വന്നതാ. ചെമ്പിൻ്റെ പാത്രമിലിട്ട് തിന്നരുതെന്ന അത് യുക്റഹു എന്നുള്ളതും ശരി തന്നെ. അത് പൂശി ഈയം കൊണ്ട് എന്നാൽ പിന്നെ പ്രസ്തുത കറാഹത്തും ഒഴിഞ്ഞതു തന്നെ. അതുപോലെ തന്നെ ഊട്ടുപാത്രം സോദര അതിലിട്ട് തിന്നരുതെന്ന് പറയുന്നുണ്ടിര. മണ്ണും മരം കൊണ്ടുള്ള പാത്രം നല്ലതാ, അതിൽ താഴ്മയും നമുക്കുള്ളതായി തെളിയുന്നതാ. ഒരാൾക്ക് നിറയത്തക്ക പാത്രം സഹഫത്ത, 2 ആൾക്ക് മീക്കലത്താണ്, 5 സജുഫത്ത. 10 ആൾക്ക് നിറയത്തക്ക പാത്രം കസ്അത്ത, ഇവയിൽ കവിഞ്ഞാൽ പേരു പറയൽ ജഫനത്ത. ഉണ്ടായിരുന്നു നബി സുലൈമാൻ രാജന് ഒരു പാത്രവും തിന്നുന്നതിന് അൽഫിന് വേണം ദിനം പ്രതി ആട് 12000, സൈന്യത്തിനെല്ലാം കൂടി മാടും 1000. ഇത് പാചകം ചെയ്യുന്ന പാത്രം ഉഗ്രന, അതിലേണി ചാരി കയറണം സ്ഥിതി അങ്ങിന. ഊറ്റം വലിപ്പവും തന്നെയാണതിനുള്ളത്, അതു കാരണത്താൽ പൊക്കി മാറ്റലുമില്ലത്. ത്വബ്ബാഹ് 12000 എന്നുണ്ട്, ഖബ്ബാസും എണ്ണമിൽ ഇത്രയും തന്നുണ്ട്. ഖുറൈശ് നേതാവിന് നുജത്ത് ആനന്ദ് ധനാഢ്യമിൽ ഉൾപ്പെട്ടതായി പറയുന്നേ. ഉണ്ടായിരുന്നെന്നാണ് അയാൾക്കൊരു ജഫനത്ത്, നാക്കത്ത് മുകളിലിരുന്നു കൊണ്ട അക്കലത്ത്. ഒരു ദിവസം അതിലൊരു കുട്ടി വീണിരുന്നെന്ന അത് തന്നെ മുങ്ങി മരിച്ചതും ശരി തന്നെ.
ഈ ഇബ്നു ജദ്ആൻ ആയിഷ അവർക്കുള്ള അമ്മിൻ്റെ മകനാണ്, പ്രസിദ്ധിയുമുള്ള. റൂഹുൽ ബയാൻ നീ നോക്കി 7 വന്നതാ, 226 അതിൽ വിവരിച്ചതാ. കുദറത്ത് കണ്ട് ഗ്രഹിക്കുവാൻ തൗഫീഖ്, അതിനാൽ യഖീനും റബ്ബന പെരുപ്പിച്ചുതാ. തിരുമുസ്തഫ നബിക്കും സഹാബികൾക്കുല്ലിനും ഗുണം ചെയ്യണേ അതുപോലെ ആരെല്ലാരിലും.